സാമ്പത്തിക പ്ലാനിങ്ങിൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ കൃത്യമായൊരു ബഡ്ജറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പല രീതിയിൽ നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. അതായത് നമുക്ക് മാസം വരുന്ന നമ്മുടെ വീട്ടു ചെലവുകൾ, കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് മാസം വരുന്ന ചിലവുകളുണ്ടാവാം, നമ്മുടെ യാത്രകൾ, നമ്മളെ ഒരു വാഹനം ഓടിക്കുന്ന ആൾക്കാർക്ക് പെട്രോൾ, മറ്റ് സംവിധാനങ്ങൾ, അത്തരം ചിലവുകൾ, അങ്ങനെ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ കൃത്യമായി നമ്മൾ ഒരു പേപ്പറിൽ അതല്ലെങ്കിൽ എക്സൽ ഷീറ്റിൽ എങ്ങനെയാണോ, അതിനിപ്പോൾ കുറേ ആപ്പുകളൊക്കെ അവൈലബിൾ ആണ്, എങ്ങനെയാണോ അതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഫോർമാറ്റ് നമുക്ക് ഉതകുന്ന ഒരു ഫോർമാറ്റ് കണ്ടെത്തുകയും അത് കൃത്യമായി എഴുതണം. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ എപ്പോഴും നമ്മൾ നമ്മുടെ ഭാര്യയെയും മക്കളെയും വിളിച്ചിരുത്തിയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അത്തരം സംഭവങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ എഴുതിയെടുക്കാൻ പറ്റും. നമ്മുടെ വരവിൻ്റെ സൈഡിൽ നമുക്ക് ആകെ 1-2 പോയിന്റ്സ് ഉണ്ടാവുള്ളൂ: സാലറി, അതല്ലെങ്കിൽ മറ്റു വരുമാനം. ഈ എക്സ്പെൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അരി വാങ്ങുന്നത് മുതൽ ഉപ്പ് വാങ്ങുന്നത് മുതൽ എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ടോ അതെല്ലാം കൃത്യമായി എഴുതി ഒരു സൈഡ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ കൃത്യം ആലോചിക്കണം, ഇന്ന ചിലവുകൾ നമുക്ക് ഈ മാസം ആവശ്യമില്ല, അല്ലെങ്കിൽ അടുത്ത മാസത്തേക്ക് നീക്കി വെക്കാവുന്നതാണ് എന്ന രീതിയിൽ നമ്മൾ അതിന് കൃത്യമായിട്ട് പാഴ്ചെലവായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കാനും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്ത മാസം, ഈ കഴിഞ്ഞ മാസത്തെ കഴിഞ്ഞാൽ നമ്മൾ റിവ്യൂ ചെയ്യുകയും അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ തയ്യാറാവണം. അപ്പോൾ ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ആനുവൽ ബഡ്ജറ്റാണ് ശരിക്കും ചെയ്ത് പോകേണ്ടത്. ആനുവൽ ബഡ്ജറ്റും മന്ത്ലി ബഡ്ജറ്റ് നമ്മൾ തയ്യാറാക്കി പോകണം. ആനുവൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ എല്ലാ എക്സ്പെൻഡിച്ചേഴ്സും, അതിൽ കുട്ടികളുടെ ഫീസ് ഉണ്ടാവാം, നമുക്കൊരു കുടുംബത്തിന് ഒരു വർഷം 1-2 യാത്ര ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും, അത്തരം യാത്രകളുടെ ബഡ്ജറ്റ് നമ്മൾ കാണണം. അതുപോലെ നമ്മുടെ വണ്ടികളുടെ ഇൻഷുറൻസ്, വണ്ടികളുടെ മെയിൻ്റനൻസ്, വീടുകളുടെ മെയിൻ്റനൻസ്, അങ്ങനെ എന്തൊക്കെ നമുക്ക് ചിലവ് വരുന്നു അതെല്ലാം ഏറ്റവും ചെറിയ സാലറിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വരെ കൃത്യമായിട്ട് ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ആ ബഡ്ജറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായൊരു വിജയം നേടാനും സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഭൂരിപക്ഷം ആളുകൾക്കും ഒരു പക്ഷേ നല്ല സാലറി ഉണ്ടെങ്കിലും നമ്മൾ ഉൽഹിയത്ത് പോലെയുള്ള അല്ലെങ്കിൽ സക്കാത്ത് പോലെയുള്ള നമ്മുടെ സംവിധാനങ്ങളെക്കുറിച്ച്, നമ്മുടെ നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട ദാനധർമ്മങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ടാവും. ചിലപ്പം തൊട്ട് മുമ്പത്തെ മാസമായിരിക്കും, അതല്ലെങ്കിൽ 10 ദിവസം 15 ദിവസം ആയിരിക്കും ആലോചിക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ എല്ലാവർക്കും 100% ആളുകൾക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം, എല്ലാ വർഷവും ഉദയത്തിന് ഷെയർ ചേരാൻ പറ്റും. അത് ഒരു ഷെയർ അല്ല, മുഴുവൻ തന്നെ ഇറക്കാൻ വരുന്നവരായിരിക്കും ഒരു പക്ഷേ. കാരണം ഒരു 40,000 രൂപ ഒരു വർഷം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു നമുക്ക് ഇറക്കാൻ പറ്റുന്നത് നമ്മൾ പക്ഷേ ഒരു ഷെയർ പോലും ചേരാൻ കഷ്ടപ്പെടുന്നവരായിരിക്കും. അത് ഇത്തരം പ്ലാനിങ്ങുകളുടെ കുറവുകൊണ്ടാണ് സത്യം പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്കൊരു ഹോസ്പിറ്റൽ എക്സ്പെൻഡിച്ചർ വരാം. നമ്മൾ പിന്നെ ഒരുപാട് പേര് നമുക്ക് ചിലപ്പം വരെ ഇൻഷുറൻസ് പരിശീലനമുള്ള ആൾക്കുണ്ടായിരിക്കാം, അല്ലാത്തവരും നമുക്ക് വരുന്ന എക്സ്പെൻസിന് നമ്മൾ അങ്ങനെ ഒരു അപ്പോഷൻ ചെയ്തേക്കാം. നമുക്ക് അത്ര ഹോസ്പിറ്റൽ എക്സ്പെൻഡിച്ചർ വന്നേക്കാം, അല്ലെങ്കിൽ എൻ്റെ എത്ര സമ്പാദ്യത്തിൽ എനിക്ക് ഇത്ര സക്കാത്തിന് കൊടുക്കാൻ നിർബന്ധമായ സാധനങ്ങളുണ്ട്, കഴിഞ്ഞ വർഷം എത്ര സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അടുത്ത വർഷം എനിക്ക് ഇത്ര സക്കാത്ത് കൊടുക്കേണ്ടതായിട്ട് വരും എന്ന് നമ്മളൊരു ബഡ്ജറ്റ് ഉണ്ടാക്കിയും അതിന് ഓരോ മാസം ഇത്രയും മൊത്തം ചിലവുകൾക്ക്, അതായത് നമ്മുടെ കുടുംബത്തിൻ്റെ ദൈനംദിന ചിലവുകൾ കഴിഞ്ഞിട്ട് വരുന്ന ഒരു വാർഷിക അല്ലെങ്കിൽ ക്വാർട്ടർലി അല്ലെങ്കിൽ ഹാഫ് ഇയർലി എക്സ്പെൻഡിച്ചറിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു വർഷത്തിലേക്ക് എടുക്കുകയും അതിനെ 12ലേക്ക് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് വരുന്ന തുക. അപ്പോൾ അത്ര എക്സ്പെൻസ് എല്ലാം കൂടെ 1 ലക്ഷം രൂപ വരുന്നുണ്ടെങ്കിൽ, ഒരു വർഷത്തേക്ക് 1 ലക്ഷം രൂപ വരുന്നുണ്ടെങ്കിൽ നമുക്കതിനെ 12ലേക്ക് ചുരുക്കിയിട്ട് ഒരു 8,000-9,000 രൂപ നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളൊരു എമർജൻസി ഫണ്ട് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൽ നിന്നുകൊണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളെ വളരെ അതെല്ലാ മാസം ശമ്പളം കിട്ടുമ്പോൾ ആ പൈസ നമ്മൾ എന്ത് ചെയ്യണം, മാറ്റി വെക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്.